കുറച്ചു കാലങ്ങളായി സംഘപരിവാറിന്റെ ഭാഷയിൽ എല്ലാവരും ആ ഭാഷയിൽ സംസാരിക്കുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല. പക്ഷെ സംഘപരിവാറിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ CPM സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ എനിക്കൊരു സംശയവുമില്ല. ഞാനത് പലപ്പോഴായി ഫേസ്ബുക്കിൽ എഴുതുകയും പറയുകയും ചെയ്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിനെ എടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഹാദിയ കാലം മുതൽ ഇങ്ങോട്ട് ആഭ്യന്തര വകുപ്പ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത് എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. എത്ര വെറുപ്പാണ് സമൂഹത്തിൽ ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ പൊടുന്നനെ ഒരു ദിവസം മുസ്ലിം വിരുദ്ധനായി മാറി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വർഗീയമായ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് അത് പുറത്തെടുക്കാൻ പറ്റിയ നല്ല സമയമെന്ന് വെള്ളാപ്പള്ളിക്ക് തോന്നുന്നു. അദ്ദേഹം കിട്ടുന്ന വേദികളിലെല്ലാം ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ വർഗീയത പറഞ്ഞിട്ട് ആ വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്ത് തള്ളി പറയാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയാണ് CPM. ആ CPMന്റെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. ആ SFI ആണ് PK നവാസിന്റെ മേൽ വർഗീയ ചാപ്പയടിക്കുന്നത്, MSFനെ വർഗീയ ചാപ്പയടിക്കുന്നത്. ഞാൻ ഒരു കാലത്ത് MSFന്റെ ഭാഗമായിട്ടില്ല. യൂത്ത് ലീഗിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ഒന്നും ഭാഗമായി പ്രവർത്തിച്ച ആളല്ല. നാളെ അങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുമല്ല. പക്ഷെ ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ അതിവർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും അയാളെ പേരെടുത്ത് വിമർശിക്കുന്നതിനെ പോലും ഭയക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പുറത്ത് ചില കോളേജുകൾ MSFന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതോടുകൂടി ഹാലിളകി വർഗീയ ചാപ്പയടിക്കുന്നതൊക്കെ എന്തുതരം രാഷ്ട്രീയമാണ് എന്ന് SFIയുടെ ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നീണ്ട വീഡിയോ ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം അത്രയും കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്. സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച നിലപാടുകളെ അത്രയേറെ എണ്ണി പറയേണ്ടി വരും. നീണ്ട വീഡിയോ കാണുക ആളുകൾക്ക് പ്രയാസമാണ് എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കാത്തത്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും CPMനെ ഒരു സംഘപരിവാർ സംഘടന എന്ന അർത്ഥത്തിൽ അഡ്രസ് ചെയ്യണം എന്നല്ല വിചാരിക്കുന്നത്. മറിച്ച് CPM അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. സാഹചര്യവശാൽ അവർ ഒരു മുസ്ലിം ശത്രുവിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ് പങ്കുവെക്കുന്നത്. എന്ന് പറഞ്ഞാല് നേരത്തെ NDF ഉണ്ടായിരുന്നു. NDFന് മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത്. മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ് അതിനെതിരെ ശക്തമായ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ NDFന് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായോ സാമൂഹിക ശക്തിയായോ കേരളത്തിൽ മാറാൻ സാധിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ ന്യൂനപക്ഷമാണ്. പലയിടത്തും അവർ